സിദ്ദീഖിനെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ടൗൺഷിപ്പ് ഉദ്ഘാടന വേളയിൽ ആശംസാ പ്രസംഗത്തിനെത്തിയ ടി സിദ്ദീഖിന് വേദിയിൽ നിന്ന് നിർത്താതെയുള്ള കൂവലാണ് ഏൽക്കേണ്ടി വന്നത്. ശ്രീ പിണറായി വിജയൻ അവർകൾ, പ്രിയപ്പെട്ട മന്ത്രിമാർ. എന്നാൽ ദുരന്തബാധിതർ ആരും തന്നെ അതിന് അനുകൂലിച്ചതുമില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സിദ്ദീഖിന് കഴിഞ്ഞ തവണത്തെക്കാൾ ഭൂരിപക്ഷമാണ് ഈ മേഖലയിലെ ബൂത്തുകളിൽ ലഭിച്ചത്. കഴിഞ്ഞ തവണ അട്ടമലയിൽ 89, ചൂരൽമലയിൽ 136, മുണ്ടക്കയിൽ 150 എന്നിങ്ങനെയായിരുന്നു ലീഡ്. എന്നാൽ ഇത്തവണ നിരവധി പേരുടെ ജീവൻ പൊലിഞ്ഞ ദുരന്തത്തിന് ശേഷം ഇരട്ടിയോളം വോട്ടുകൾ വർദ്ധിപ്പിക്കാൻ സിദ്ദീഖിനായി. അട്ടമലയിൽ 172, ചൂരൽമലയിൽ 239, മുണ്ടക്കയിൽ 289 എന്നിങ്ങനെയായിരുന്നു ലീഡ്. സ്ഥാനാർത്ഥിക്ക് ലഭിച്ച വോട്ടിനേക്കാൾ തനിക്ക് ഭൂരിപക്ഷം ലഭിച്ചെന്ന് ടി സിദ്ദീഖ് മീഡിയ വണ്ണിനോട് പറഞ്ഞു. ദുരന്തത്തിന്റെ അനുബന്ധ പ്രവർത്തനങ്ങൾ വിലയിരുത്തപ്പെടേണ്ടത് ദുരന്തബാധിതരായ കമ്മ്യൂണിറ്റിയാണ്. ആ ദുരന്തബാധിത കമ്മ്യൂണിറ്റിയുടെ ബൂത്തുകൾ നിങ്ങൾ പരിശോധിക്കണം. 203 നമ്പർ ബൂത്ത് മുണ്ടക്കൈ, അവിടെ 289 വോട്ടാണ് എന്റെ ഭൂരിപക്ഷം. ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് കിട്ടിയ വോട്ട് 270. ദുരന്തബാധിത സമൂഹം സർക്കാരിന്റെ വാദങ്ങളെ മുഴുവൻ തിരസ്കരിക്കുകയും UDF സ്ഥാനാർത്ഥി എന്ന രീതിയിൽ ഞാൻ അവരുടെ കൂടെ ചേർന്ന് നിന്നതിനെ അവർ ചേർത്ത് നിർത്തുകയും ചെയ്തു. ഈ തെരഞ്ഞെടുപ്പ് അന്തംകമ്മി കൃമികീടങ്ങളെ ഇറക്കിയിട്ട് ടി സിദ്ദീഖിനെ അങ്ങോട്ട് മൂക്കിൽ വലിക്കാമെന്ന് കയറ്റിയിട്ടാണ് ഈ ടൗൺഷിപ്പ് ഉദ്ഘാടന വേദിയിൽ, അതായത് 2026 മാർച്ച് 1-ാം തീയതി ടി സിദ്ദീഖിനെ ആ വേദിയിലേക്ക് ക്ഷണിച്ച് ടി സിദ്ദീഖ് ആ വേദിയിലെത്തി. ആ വേദിയിൽ കുറച്ച് ഈ ക്രിമിനൽ കൃമികീടങ്ങളുണ്ടല്ലോ, എവിടെ നിന്നോ ഇറക്കുമതി ചെയ്ത ക്രിമിനൽ കൃമികീടങ്ങൾ ഈ പറയുന്ന സിദ്ദീഖിനെ കൂവിയത്. എന്നാൽ ഈ വടി കൊടുത്ത് അടിവാങ്ങുക എന്ന് പറയുന്ന പരിപാടി കേട്ടില്ലേ, അതാണ് ഇവർക്ക് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മനസ്സിലായിട്ടുണ്ടാവുക. മനസ്സിലാവുന്നുണ്ടെങ്കിൽ മനസ്സിലാകും, അരിയാഹാരമാണ് കഴിക്കുന്നതെങ്കിൽ മനസ്സിലാകും. ഇനി അതല്ലെങ്കിൽ ഇവറ്റകൾക്ക് മനസ്സിലാവുകയുമില്ല. കാരണം ഈ പറയുന്ന മുണ്ടക്കൈ, അട്ടമല, അതുപോലെ ചൂരൽമല ബൂത്തുകളിൽ നിന്ന് അവിടെ ദുരന്തം പൊട്ടിപ്പുറപ്പെട്ട ദുരന്തത്തിന്റെ അവശേഷിപ്പുകൾ ബാക്കിയുള്ള ഈ പ്രദേശത്ത് നിന്ന് ടി സിദ്ദീഖിന് എല്ലാ ബൂത്തുകളിലും വലിയ വിജയമെന്ന് മാത്രമല്ല, കൽപ്പറ്റ അസംബ്ലി മണ്ഡലത്തിൽ നിന്ന് സിദ്ദീഖ് റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ 3ാമതും തെരഞ്ഞെടുക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ആ മനുഷ്യന് ദുരന്തം നടന്ന കാലയളവില് ഈ ദുരന്തബാധിതരുടെ കൂടെ തന്നെ എല്ലാ രീതിയിലും ഉണ്ടായിരുന്നു. അയാളൊരു പ്രതിപക്ഷത്തിരിക്കുന്ന MLA ആയിട്ട് കൂടി അയാള് കൃത്യമായിട്ട് ഇടപെട്ട് തൻ്റെ സ്വാധീനം, തൻ്റെ അധികാരം, തൻ്റെ എല്ലാം ഉപയോഗിച്ച് ഈ ദുരിതബാധിതർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ചിരുന്നു. മനസ്സിലായില്ലേ? അത് നമ്മളിപ്പോൾ ഈ ഉദ്ഘാടന വേദിയിൽ തന്നെ ആ സിദ്ദീഖ് സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയപ്പോഴുള്ള കാഴ്ചകളും നമ്മൾ കണ്ടതാണ്. അത് ഞാൻ എൻ്റെ പ്രേക്ഷകരെ കാണിച്ചതുമാണ്, വീണ്ടും അത് കാണിക്കേണ്ടതില്ല. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് വിജയങ്ങളിൽ സാറ്റിസ്ഫാക്ഷൻ നൽകുന്ന വിജയങ്ങളിൽ ഒന്നായിട്ട് അത് ടി സിദ്ദീഖിന്റെ വിജയമാണ്. സഖാക്കൾ കൂവിയപ്പോ, സഖാക്കൾ ആ മനുഷ്യനെ പരിഹസിച്ചപ്പോ, സഖാക്കൾ ആ മനുഷ്യനെ അധിക്ഷേപിച്ചപ്പോ വയനാട്ടുകാര്, ദുരിതബാധിതര്, കൽപ്പറ്റക്കാര്, ഈ ആളുകള് സിദ്ദീഖിനെ കൈവിടാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല, അവർ ആ മനുഷ്യനെ ഇങ്ങനെ ചേർത്ത് പിടിച്ചു, ചേർത്ത് നിർത്തി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഈ ടൗൺഷിപ്പ് ഉണ്ടാക്കിയത് എവിടെയാ? കൽപ്പറ്റയില്. ഈ ദുരന്തം നടന്ന എവിടെയാ? അതേ വയനാട്ടില്, മുണ്ടക്കയില്. ഈ ദുരിതബാധിതര് ഉൾക്കൊള്ളുന്ന, ദുരന്തമുണ്ടായപ്പോഴും അവരിപ്പോൾ താമസിക്കുന്നതും ഒക്കെ ഉൾക്കൊള്ളുന്ന മണ്ഡലമേതാ? കൽപ്പറ്റ. ആ വയനാട്ടില് ഒരൊറ്റൊരു മണ്ഡലം പോലും ഈ പറയുന്ന സഖാക്കൾക്ക് ലഭിച്ചില്ല. ഞങ്ങൾ വയനാട്ടിൽ വീട് വെച്ച്, നിങ്ങൾ വയനാട്ടിൽ വീട് വെക്കുന്ന പേരും പറഞ്ഞിട്ട് പിണറായി വിജയൻ നക്കി എന്നല്ലാതെ മറ്റൊന്നും ഉണ്ടായിട്ടില്ല, മറ്റൊന്നും സംഭവിച്ചിട്ടുമില്ല എന്ന് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ ബോധ്യമാണ് ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ പറയുന്ന വയനാട്ടിൽ, അത് കൽപ്പറ്റയിലാണെങ്കിലും ബത്തേരിയിലാണെങ്കിലും മാനന്തവാടിയിലാണെങ്കിലും 3 മണ്ഡലങ്ങൾ ആകെ ഉള്ളത്, ഈ 3ഇടത്താണെങ്കിലും ഈ ദുരന്തമല്ലാതെ, ഇതിൻ്റെ പുനരധിവാസമല്ലാതെ മറ്റൊന്നും ചർച്ചയായിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പല്ലേ? ആ വയനാട്ടിൽ ഒരൊറ്റ സീറ്റ് പോലും എന്തിനു പറയുന്നു, ഇവരുടെ മന്ത്രി
കേളു മാനന്തവാടിയിലെ സിറ്റിംഗ് MLA ആയിരുന്നു. ആ വയനാട്ടിലെ മാനന്തവാടിയിൽ പോലും സിറ്റിംഗ് MLA മന്ത്രി മത്സരിച്ച മണ്ഡലത്തിൽ പോലും വിജയിച്ച് കയറാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. നിങ്ങൾ കണ്ടതല്ലേ CPMന്റെ ജില്ലാ സെക്രട്ടറി, വയനാട് ജില്ലാ സെക്രട്ടറി റഫീഖ്. ആ റഫീഖ് ഈ പറയുന്ന ടൗൺഷിപ്പിന്റെ തന്തയാവുകയായിരുന്നു. കുറ്റിയടിച്ച് കെട്ടിയതുപോലെ ആ ടൗൺഷിപ്പിൽ പെറ്റ് കിടക്കുകയായിരുന്നു റഫീഖ്. ഇത് എൻ്റെതാണ്, ഞാനാണ് തന്ത എന്ന് പറഞ്ഞുകൊണ്ട് ഊമ്പി എന്നല്ലാതെ പിന്നെ എന്താ പറയേണ്ടത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ആ ജനം അവര് പാവങ്ങളായിരിക്കാം, അവര് ഉടുതുണിക്ക് മറുതുണിയില്ലാത്തവരായിരിക്കാം, പക്ഷേ അവരുടെ നട്ടല് അത് വിലക്ക് വാങ്ങാൻ CPMകാരാ നിന്നെ കൊണ്ട് ആവില്ല, അത് സാധിക്കുകയുമില്ല എന്നുള്ളത് ആ ജനം തെളിയിച്ച് കാണിച്ചതല്ലേ അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ആ ജനതയുടെ പ്രബുദ്ധതയെ കൂകല് കൊണ്ടും തെറിവിളികൾ കൊണ്ടും PR വർക്ക് കൊണ്ടും മേടിച്ചെടുക്കാൻ കഴിയില്ല എന്നുള്ളത് ആ ജനത അങ്ങോട്ട് തീരുമാനിച്ചുറപ്പിച്ച് ബോധ്യപ്പെടുത്തുകയാ കേരളത്തിൻ്റെ പൊതുസമൂഹത്തെ. എന്തേ കാരണം? 1000 കാരണങ്ങളുണ്ട് അതിന്. പിണറായി വിജയൻ ആ പാവങ്ങളെ പറഞ്ഞ് പറ്റിക്കുകയായിരുന്നു എന്നുള്ളത് ഈ അവസാന ഘട്ടത്തിൽ അവർക്ക് നല്ല ബോധ്യം വന്നിട്ടുണ്ട് അല്ലേ? ഇപ്പൊ നിങ്ങൾ നോക്കൂ, മാർച്ച് 1 താക്കോല് കൊടുത്തു അല്ലേ? ഇന്ന് നിമിഷം വരെ ഈ 178 വീടുകൾ, നിങ്ങളൊരു കാര്യം ആലോചിക്കണം. ടൗൺഷിപ്പിൽ നിർമ്മിക്കുന്നത് 400 വീടുകളാ. അതിൽ പകുതിയിൽ താഴെ മാത്രമാണ് പിണറായി വിജയൻ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ട് താക്കോല് കൊടുത്തത്. എന്നിട്ട് ആ താക്കോല് കൊടുത്ത വീടുകളിൽ ഒരിടത്തു പോലും കയറി കിടക്കാൻ അവറ്റകൾക്ക്, ആ പാവങ്ങൾക്ക് സാധിച്ചിട്ടില്ല. ഇന്നിപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ മാസം 3 ആവുകയാ അല്ലേ? എന്നിട്ട് ഒരാൾക്ക്, ഒരു കുടുംബത്തിന് അതിൽ കയറി കിടക്കാൻ താമസം അസൗകര്യമായിട്ടില്ല. അപ്പൊ 178 വീടുകൾ എന്തിനു വേണ്ടിയാ കൈമാറിയത്? ആർക്ക് വേണ്ടിയാ കൈമാറിയത് അല്ലേ? നിങ്ങളൊന്ന് ആലോചിക്കണം. അപ്പോ പറഞ്ഞു വന്നത്, സിദ്ദീഖിനെ കൂകിയത് ഈ കൃമികീടങ്ങൾ വടി കൊടുത്ത് അടിമേടിക്കുകയായി. പിണറായി വിജയന്റെ അംഗസംഖ്യ, LDFന്റെ അംഗസംഖ്യ നിയമസഭയിൽ എത്രയാ? 35. എങ്ങനെ സംഭവിച്ചു? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. എങ്ങനെയാണത് സംഭവിച്ചത്? തകർന്ന് തരിപ്പണമായില്ലേ? ഈ പറയുന്ന CPM, പിണറായി വിജയൻ മുഖ്യമന്ത്രി നയിച്ച തെരഞ്ഞെടുപ്പിൽ CPM പിണറായി വിജയന്റെ പാർട്ടിയുടെ അംഗബലം നിയമസഭയിൽ എത്രയാ? 26. ഇക്ഷ ഇമ്മ എന്ന് കേരളത്തിന്റെ പൊതുസമൂഹം വിജയനെ കൊണ്ട് വരപ്പിച്ചു അല്ലേ? മൂക്കുകൊണ്ട് തന്നെ ഇക്ഷ ഇമ്മ വരപ്പിച്ചു അല്ലേ? അതല്ലേ സംഭവിച്ചത്? 26 അംഗങ്ങൾ CPMന്, 26 അംഗങ്ങൾ, ഓൺലി 26 അവിടെ നിർത്തി. അതും കഷ്ടിച്ച് മുക്കി തൂറി ബരകി എങ്ങനെയൊക്കെയോ കഷ്ടിച്ച് 26ലേക്ക് എത്തി. മനസ്സിലായില്ലേ? എന്ന് പറഞ്ഞാല് ജനം തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് എൻ്റെ അഭിപ്രായത്തിൽ ഈ ദുരന്തങ്ങൾക്ക് മുമ്പ് എന്ന് പറഞ്ഞാൽ എന്തോ അബദ്ധം, എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട്. മേ ബി ഒരു അട്ടിമറി 2021 സംഭവിച്ചു എന്നുള്ളത് പോലും നമ്മൾ കണക്കാക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഒരു പഠനം നടത്തിയാൽ ചിലപ്പോൾ അത് മനസ്സിലാകും. 2021 അട്ടിമറി നടന്നു എന്നുള്ള ചില പഠനങ്ങൾ നടത്തിയാൽ മനസ്സിലാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ജനം ഇനിയൊരിക്കലും അബദ്ധം സംഭവിക്കില്ല എന്നുള്ളത് തീരുമാനിച്ചുറപ്പിച്ചിട്ടാണ് ഇത്തവണ പോളിംഗ് ബൂത്തിലേക്ക് നടന്നു കയറിയത് എന്ന് UDFന് ലഭിച്ച 102 എന്നുള്ള ഫിഗർ കാണുമ്പോൾ ഉറപ്പല്ലേ അല്ലേ? അപ്പോ യഥാർത്ഥത്തിൽ സിദ്ദീഖിന്റെ പ്രതികാരം എന്ന് പറയുന്നതുണ്ടല്ലോ, ആ മനുഷ്യന് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്ന അന്ന് രാത്രി ആ മനുഷ്യന്റെ ഉള്ള് എത്രത്തോളം സന്തോഷിച്ചിട്ടുണ്ടാകും. ആ മനുഷ്യൻ അന്നത്തെ രാത്രി കിടന്നുറങ്ങിയത് അത് എത്രത്തോളം സന്തോഷത്തോടു കൂടിയായിരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ആ മനുഷ്യന്റെ ഉള്ള് എത്രമാത്രം സന്തോഷിച്ചിട്ടുണ്ടാകും. കാരണം സഖാക്കള്, നെറികെട്ട സഖാക്കള്, കൃമികീടങ്ങള് വയനാട്ടിൻ്റെ മണ്ണിൽ പോയിട്ട് സിദ്ദീഖിനെ അപമാനിച്ചു. പകരം ആ ജനത
ഈ പിണറായി വിജയനെയും അവൻ്റെ പാർട്ടിയെയും അവൻ്റെ കൃമികീടങ്ങളെയും അവരുടെ മുഖത്ത് കാർക്കിച്ചങ്ങോട്ട് തുപ്പി. അല്ലേ? അതല്ലേ സംഭവിച്ചത്. സിദ്ദീഖിൻ്റെ ഉള്ളിലുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ടല്ലോ. അയാൾ ഒരു പൊതുപ്രവർത്തകനായതുകൊണ്ട് ഒരു പരിധി വിട്ട് അയാൾക്ക് കാണിക്കാൻ കഴിയില്ല, അത് പ്രകടിപ്പിക്കാൻ കഴിയില്ല, അല്ലേ? സ്വാഭാവികമാണ്. എന്നാലും അയാളുടെ ഉള്ളിലുള്ള ആ ഒരു സന്തോഷമുണ്ടല്ലോ, അത് എത്രത്തോളമായിരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, അല്ലേ? അപ്പൊ കൃത്യമായിട്ട് ഈ ജനം എല്ലാം കാണുന്നുണ്ട്, ഈ ജനം എല്ലാം മനസ്സിലാക്കുന്നുണ്ട്. കാണുക മാത്രമല്ല, കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. അടിമപ്പെടാത്ത, അടിമപ്പണിയെടുക്കാൻ തയ്യാറല്ലാത്ത ഒരു ജനതയാണ് ഈ ജനത എന്ന് ഈ ജനതം. പിന്നെ വേറൊരു കാര്യമുണ്ടെന്നേ, കേരളം എന്ന് പറയുന്നതും മലയാളി എന്ന് പറയുന്നതൊന്നും ഒരുത്തൻ്റെയും ഔദാര്യത്തിൻ്റെ പ്രതീകങ്ങളല്ല. അത് നട്ടലിൻ്റെ, ആർജവത്തിൻ്റെ, ബുദ്ധിയുടെ, കഴിവിൻ്റെ, കാര്യപ്രാപ്തിയുടെയൊക്കെ ഒരു പ്രതീകമാണ് ഈ മലയാളി എന്നും പറയുന്നത്, കേരളം എന്ന് പറയുന്നത്. ഇവിടെ കേരളം ഇങ്ങനെ ആയതോ മലയാളി ഇങ്ങനെ ആയതിലൊന്നും ഒരു സർക്കാരിനും ഒരു പങ്കുമില്ലാത്ത കാര്യമാണ്. സർക്കാരുകൾ ഇവിടെ സ്വാഭാവികമായിട്ട് റോഡും പാലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നല്ലാതെ അത് സാധാരണക്കാരൻ്റെ നികുതി പണത്തിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. അല്ലാതെ ഒരു സർക്കാരും പിണറായി വിജയനെ അവൻ്റെ തറവാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടൊന്നല്ല ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ ജനത അവൻ്റെ ലൈഫ് സെക്യൂർ ആക്കാൻ, സെറ്റിലാക്കാൻ ഏതറ്റം വരെയും പോകുന്നവനാ. അവന് വിദേശങ്ങളിൽ പോയി, അമേരിക്കയിൽ പോയി, യൂറോപ്പിൽ പോയി, ആഫ്രിക്കയിൽ പോയി, ഗൾഫ് രാജ്യങ്ങളിൽ പോയി. അവനും വേണ്ടത്, അവൻ്റെ കുടുംബത്തിന് വേണ്ടത് അവൻ ഉണ്ടാക്കിയിട്ടാണ് ഇങ്ങനെ ഇന്ന് കാണുന്ന കേരളം ഉണ്ടായത്. അവൻ ദീർഘവീക്ഷണത്തോടു കൂടി അവൻ്റെ മക്കളെ പഠിപ്പിച്ചതിൻ്റെ ഫലമാ. അവൻ ദീർഘവീക്ഷണത്തോടു കൂടി നാളെയെ കൂടി ചിന്തിച്ചിട്ട് നാളേക്ക് വേണ്ടി മാറ്റിവെച്ചതിൻ്റെ ഫലമായി ഇന്ന് ഈ കേരളം. അപ്പൊ അതിൻ്റെയൊക്കെ തന്തയാവുക എന്ന് പറഞ്ഞാൽ ഈ ജനതയുടെ, അവൻ്റെ ഈ പറയുന്ന ഈഗോയുടെ പ്രശ്നമാണ്. അവൻ്റെ ഈഗോയെ ഹേർട്ട് ചെയ്തിട്ട് ഞാനാണ് തന്ത എന്നൊക്കെ പറഞ്ഞാൽ എന്നാ പിന്നെ അതൊന്ന് കാണണമല്ലോടാ എന്ന് ഈ ജനത തീരുമാനിച്ചു. അതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം. മനസ്സിലായില്ലേ? ആ പാവങ്ങളുടെ പേര് പറഞ്ഞിട്ട് കേരളത്തിൻ്റെ പൊതുസമൂഹം നൽകിയ കോടികൾ നക്കിയ വിജയൻ ആ ജനതക്ക് നല്ല ബോധ്യമുണ്ട്. 780 കോടി രൂപ CMDRFിലേക്ക് ആ പാവങ്ങളുടെ പേരിൽ കേരളത്തിൻ്റെ പൊതുസമൂഹം സമാഹരിച്ചു കൊടുത്തതാ. അത് ഈ പിണറായി വിജയൻ നക്കി എന്ന് ബോധ്യമുള്ള ആളുകൾ തിരിഞ്ഞു കുത്തി ഉറപ്പായിട്ടും അതല്ലേ ചെയ്യുകയുള്ളൂ. കാരണം ജനം അവരനുഭവിച്ച ദുരിതത്തിന്, അവരെ അവഗണിച്ചതിനുള്ള ഒരു മറുപടി കൊടുക്കാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു എന്നുള്ളത് തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുമ്പോൾ നമുക്ക് ബോധ്യമാവുകയാണ്.